ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, വൈറ്റ് സോസ് ചിക്കൻ പാസ്ത നമുക്ക് നാട്ടിൽ പല ഷേപ്പിൽ കിട്ടാറുണ്ട്. നമ്മൾ പല ഫ്ലേവറിലും ഉണ്ടാക്കാറുണ്ട്. അത് റെഡ് ചില്ലി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ സോയാ സോസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അതിലേക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. വൈറ്റ് സോസ് ആണെങ്കിലും എന്താ പറയാ, അതിൽ എരിവൊക്കെ ഉള്ളത് കൊണ്ട് വലിയവർക്കും ഇഷ്ടമാകും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകാം. പാസ്ത വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാസ്ത ഒട്ടിപ്പിടിക്കുന്നത് തടയാൻ നമുക്ക് സാധിക്കും. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റോളം വേവിക്കുക. നാട്ടിൽ കിട്ടുന്ന പാസ്തയും ഇവിടെ കിട്ടുന്ന പാസ്തയും തമ്മിൽ വേവ് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ തവിയിലോട്ട് എടുത്തിട്ട് ഒരു സ്പൂണും കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് മുറിയുകയാണെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പം നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കുകയാണ്. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കട്ട കെട്ടരുത്. അപ്പോൾ ഇതേപോലെ തീ കുറച്ചിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റോളം നമുക്ക് ഈ പൊടിയൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറി നന്നായി മൂത്തൊന്ന് മനസ്സിലാവുമ്പോൾ നമുക്കതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് തരിതരിയായി ചതച്ചെടുത്ത ഉണക്കമുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവ് കുറച്ചാണ് വേണ്ടതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വീതം മതിയാകും. ഓക്കെ, ഇത് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. ഒത്തിരി കട്ടിയാവാൻ പാടില്ല. ഇത്രയും ഒരു ലൂസ് ഉണ്ടാവണം. നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നന്നായി വഴന്നു കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഉള്ള ക്യാപ്സിക്കം ഇട്ടാൽ മതിയാകും. റെഡോ അല്ലെങ്കിൽ യെല്ലോയോ ഗ്രീനോ നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് ഇടുക. എല്ലാം കൂടി മിക്സ് ചെയ്തിടുന്നത് കൂടുതൽ കളർഫുള്ളായിരിക്കും. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ഇട്ട് കൊടുത്ത് ഒത്തിരി നേരം വേവിക്കേണ്ട. ക്യാപ്സിക്കത്തിന് ഒത്തിരി വേവില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നോക്കിയേ, പാസ്ത ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഓരോന്നും നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റിന് ശേഷം നമ്മുടെ പാസ്ത റെഡിയാണ്. അപ്പോൾ നമുക്ക് സോസ് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് അടുപ്പത്തിൽ വെച്ച് അതൊന്ന് നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാം. കാണാൻ തന്നെ എന്ത് രസമല്ലേ പാസ്ത. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം.
അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, അല്ലൂസ് കിച്ചൺ എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട്. എന്റെ അല്ലൂസ് കിച്ചൺ വേൾഡ് ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം സെർച്ച് ചെയ്യുന്നവർ അല്ലൂസ് കിച്ചൺ വേൾഡ് എന്ന് സെർച്ച് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്